കടുത്ത വേനലിൽ ശരീരത്തിനും മനസ്സിനും കുളിർമയേകിയിരുന്ന ഇളനീരിന് കാലവർഷം ആരംഭിച്ചതോടെ ആവശ്യക്കാർ കുറഞ്ഞു. ചൂടിൽ വലഞ്ഞിരുന്നവർക്ക് ദീർഘനേരത്തേക്ക് ആശ്വാസം പകർന്നിരുന്ന ഇളനീർ ഇപ്പോൾ റോഡരികിൽ കാഴ്ചവസ്തുക്കളായി. കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇളനീർ എത്തിയിരുന്നത്. കർഷകരിൽ നിന്ന് ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങി ഒരു ഇളനീരിന് 50 രൂപ നിരക്കിലാണ് വിൽപ്പന. വേനലവധിയിൽ മികച്ച കച്ചവടമുണ്ടായതായി കച്ചവടക്കാർ പറയുന്നു. പല ഭാഗത്തുനിന്ന് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇളനീരില്ലാത്ത കാരണം ഇപ്പോൾ കോങ്ങാട്, മുണ്ടൂർ ആ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഇളനീര് മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കോളറ മറ്റുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വന്ന കാരണം പനി, ഛർദി, അവർക്ക് ഡോക്ടർമാർ പറഞ്ഞത് ഇളനീര് കഴിക്കാനാണ് ഡോക്ടർമാർ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ആവശ്യക്കാർ ഇതിന് വരുന്നുണ്ട്. ആ വേനൽക്കാലത്ത് കുടിക്കുന്ന അത്രയും ആൾക്കാരില്ലെങ്കിലും ഇപ്പോഴാണ് ശരിക്കും അത്യാവശ്യം ആൾക്കാർ വരുന്നത്. എന്നാൽ മെയ്യിൽ മഴയാരംഭിച്ചതോടെ കച്ചവടം കുറഞ്ഞു. ജൂൺ ആദ്യാഴ്ചയിൽ മഴ കുറയുകയും വെയിൽ താരതമ്യേന കൂടുകയും ചെയ്തത് ഗുണം ചെയ്തു. മഴ വീണ്ടും ശക്തിയാർജിച്ചത് നഷ്ടമുണ്ടാക്കി. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്കും മറ്റും ആയുർവേദ മരുന്ന് നിർമ്മാണത്തിനുമാണ് ഇളനീർ വാങ്ങുന്നത്. മഴ തുടരുന്നതിനാൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുന്നില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. കച്ചവടം ഇപ്പോൾ കുറവാണ്, മഴയല്ലേ, മഴ കാരണം കച്ചവടം കുറവ്. അങ്ങനെ ഒത്തിരി വട്ടാപ്പ കിട്ടിയാൽ 10 കായ് പോകും, അല്ലെങ്കിൽ മഴ പെയ്ത് അങ്ങനെ ഇരിക്കേണ്ടി വരും. അത്രയുള്ളൂ. അങ്ങനെ കച്ചവടത്തിൻ്റെ വേനൽക്കാലത്ത് അങ്ങനെ പരിപാടിക്കുള്ള കച്ചവടം കിട്ടും. സാധനം കിട്ടാനില്ല, പിന്നെ കിട്ടും, കുഴപ്പമില്ല, കുറേ കിട്ടും. മഴയായ വേണം പിന്നെ കച്ചവടം പോയി, പിന്നെ അങ്ങനെ ഇരിക്കും. ഒന്നാരം ഇങ്ങനെ വരും, വന്ന് വെച്ചിട്ട് അങ്ങനെ. ഇളനീർ കൂടാതെ ശീതളപാനീയങ്ങൾക്കും ആവശ്യക്കാർ കുറയുകയാണ്. ഉന്മേഷത്തിന് ചൂട് ചായയും കാപ്പിയുമെല്ലാമാണ് ഇപ്പോഴത്തെ പ്രവണത. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ട്രോളുകളിൽ ചായയാണ് താരം. മഴയത്ത് ചൂട് ചായ ആസ്വദിച്ചു കുടിച്ച് ചായയെ പ്രശംസിക്കുന്ന റീലുകളും വൈറലാണ്. UTV ന്യൂസ്, പാലക്കാട്.